നമസ്കാരം. ഈ മനോഹരമായ വീഡിയോ പ്രിയ സജ്ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. നന്ദി ഉണ്ടായിരിക്കുക. എന്തിനോട്? ഭൂമിയോട്, വായുവിനോട്, വെള്ളത്തിനോട്, സർവചരാചരങ്ങളോട്, പ്രകൃതിയോട്, മലകളോട്, പുഴകളോട്, എല്ലാത്തിനോടും നന്ദിയുള്ള മനുഷ്യരായിത്തീരുക. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഭഗവത്ഗീതയിലെ പ്രസക്തമായ ശ്ലോകമാണിത്. ഈശ്വരൻ ബ്രഹ്മം, അന്നം ബ്രഹ്മമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈശ്വരനെ സ്മരിക്കുന്നു. ഓം എന്തു നദയോ വർഷന്തു പർജന്യാഹ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. മേഘങ്ങൾ വർഷിക്കട്ടെ, ഔഷധങ്ങൾ, ചെടികൾ, മരങ്ങൾ കായ്ക്കട്ടെ, ഫലങ്ങൾ നന്നായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം കഴിക്കുന്ന ഓരോ അന്നത്തിൻ്റെയും പിറകിൽ ഈശ്വര ചൈതന്യം ഉണ്ടായിരിക്കണമെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹൈന്ദവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ച് നിത്യാനന്ദ ഗുരുവിൻ്റെ എല്ലാം ഈ ആശ്രമം നടത്തുന്ന സ്കൂളുകൾ, ഭാരതീയ വിദ്യാനികേതന്റെ, വിദ്യാഭാരതിയുടെ, ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന വിദ്യാഭാരതിയുടെ സ്കൂളുകളിൽ, കേരളത്തിലെ വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്കൂളുകളിലെല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ഭോജന മന്ത്രം ജപിക്കേണ്ടതാണ്. അന്നത്തെ ബ്രഹ്മമായി കരുതുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് കേവലം എൻ്റെ പണം കൊണ്ട് വാങ്ങുന്ന ഒരു വസ്തു മാത്രമല്ല. എൻ്റെ തീന്മേശയിലേക്ക് പുട്ട് വേണമെങ്കിൽ, ഇഡ്ഡലി വേണമെങ്കിൽ, സാമ്പാർ വേണമെങ്കിൽ അതിൽ ഒരുപാട് മനുഷ്യന്മാരുടെ പ്രയത്നം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രയത്നത്തെ സ്മരിക്കുന്നു. പ്രകൃതി കൃത്യമായിട്ട് നമുക്ക് മഴ നൽകുമ്പോഴാണ്, വെയിൽ നൽകുമ്പോഴാണ് ഈ കാണുന്ന സർവ്വ ഐശ്വര്യങ്ങളും മനുഷ്യന് സാധിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് ഭാരതം. അതുകൊണ്ടാണ് സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും ഭാരതം അമ്മയായി കാണുന്നത്. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണ് നമുക്ക് അമ്മയാണ്. മാതാഭൂമി പുത്രോഹം പ്രതിവ്യ. വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മയെന്നും ഗംഗയെ ഗംഗാ മാതാവെന്നും വിളിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്നത് പശുവിന്റെ പാലായതുകൊണ്ട് ആ സാധുമൃഗത്തിന് ഗോമാതാവ് എന്ന് നമ്മൾ വിളിച്ചു. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുമ്പോൾ ഹിന്ദുക്കള് ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്. സമുദ്രവസനെ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രത്തെ വസ്ത്രമാക്കിയവൾ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവൾ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമിദേവി, നിനക്കെന്റെ നമസ്കാരം. അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ദിനം ആചരിക്കുന്ന, ഒരു ദിവസത്തെ ആരംഭിക്കുന്ന ഹിന്ദു കുളിക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്.
ഗംഗൈ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. രാവിലെ കുളിക്കുന്നതിന് തൊട്ടു മുമ്പ് രാഷ്ട്രത്തെയാണ് സ്മരിക്കുന്നത്. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും ഈ അഖണ്ഡ ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന നദികളാണ്. സിന്ധു എന്ന് പറഞ്ഞാൽ ഇന്ന് പാകിസ്ഥാനിലാണ്. ഗംഗ ഉത്തര ഭാരതത്തിലാണെങ്കിൽ കാവേരി ദക്ഷിണ ഭാരതത്തിലാണെന്നറിയണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വറ്റിപ്പോയ രാജസ്ഥാനിലെ സരസ്വതി നദിയും ഇതിൽ വരുന്നു. അതായത് ഒന്ന് കുളിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിലെ പുണ്യ നദികൾ, ആ പുണ്യ നദികളിലെ വെള്ളത്തെ ഞാൻ എൻ്റെ ബക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ആ വെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്നത് എന്നതാണ് ഭാവം. ഗോവർദ്ധനത്തെ ഭഗവാൻ എടുത്തുയർത്തി എന്ന് പറയുമ്പോൾ പർവ്വതങ്ങളെ പൂജിക്കുവാൻ, പർവ്വതങ്ങൾ അമ്മയുടെ സ്തനങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ പാല് അമ്മയുടെ സ്ഥലത്തിൽ നിന്നും നിറഞ്ഞൊഴുകുന്നത് പോലെ കേരളത്തിൽ 44 നദികളുണ്ട്. ഈ 44 നദികളും വരുന്നത് സഹ്യപർവ്വതത്തിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രകൃതിയെയും ഭൂമിയെയും സർവ്വതിനെയും അമ്മയായി കണ്ടുകരുതി ആരാധിക്കുവാനുള്ള മനോഭാവത്തെ, സംസ്കാരത്തെ സൃഷ്ടിക്കേണ്ടത് ഇംപ്രിന്റിംഗ് പീരീഡ്, ഒരു കുഞ്ഞിന്റെ ശൈശവാവസ്ഥയിൽ, ബാല്യാവസ്ഥയിലൊക്കെയാണ്. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമുക്ക് ഭാരതത്തിന് കിട്ടിയ വിദ്യാഭ്യാസം, നെഹ്റുവിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ, അതായത് സ്വതന്ത്ര ഭാരതത്തിൽ വെളുത്ത സായിപ്പിൽ നിന്ന് അധികാരം കറുത്ത സായിപ്പിലേക്ക് മാറി എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ മഹത്വത്തിന്റെ, ചരിത്രത്തിന്റെ, പാരമ്പര്യത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് വന്നില്ല. മധ്യപൂർവേഷ്യയിൽ നിന്നും ഹിന്ദുക്കുഷ് പർവ്വതം വഴി ഭാരതത്തിൽ വന്ന ആര്യന്മാരാണ് നിങ്ങൾ. ഈ മണ്ണിന്റെ തനതായ അവകാശികൾ ദ്രാവിഡന്മാരാണ്. ആ ദ്രാവിഡന്മാരെ തോൽപ്പിച്ച് നിങ്ങൾ ആര്യന്മാർ ഇവിടെ വന്നു ചേർന്നവരാണ്. ഞങ്ങളും വന്നവരാണ്, നിങ്ങളും വന്നവരാണെന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ 2000 വർഷം മുമ്പ് വന്നു, ഞങ്ങൾ 200 വർഷം മുമ്പ് വന്നു. നമ്മൾ രണ്ടുപേരും വരുത്തന്മാരാണ്. ഈ ചരിത്രം ഇപ്പോഴും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മോദിജി വന്നതിന് ശേഷമാണ് ഈ ചരിത്രമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാവ്യവൽക്കരണം എന്ന പേരും നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ തനതായ ചരിത്രം, സംസ്കാരം അറിയുന്നത് കാവ്യവൽക്കരണം എന്ന പേരിലാണ്. അതായത് ഭാരതത്തിന്റെ തനതായ വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിലെ സാമാന്യ സ്കൂളുകളിൽ, സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ലഭിക്കുന്നേയില്ല. യഥാർത്ഥ ചരിത്രം പഠിക്കുന്നില്ല. ഔറംഗസീബിനെ കുറിച്ച് പഠിക്കുന്നു മഹാനായ സന്യാസി, മഹാനായ അലക്സാണ്ടർ, മഹാനായ അക്ബർ. ഈ മണ്ണിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ ആയിരക്കണക്കിന് ഭാരതീയന്മാരെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ മഹാത്മാക്കൾ എന്ന് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിക്കിടയിലാണ് ഈ മണ്ണിന്റെ തനതായ സംസ്കാരം, പാരമ്പര്യം എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന പാഠ്യപദ്ധതിയുമായിട്ട്, എന്നാൽ മുഖ്യധാരാ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മത്സര പരീക്ഷയുടെ കാലഘട്ടത്തിൽ മത്സരിച്ച് പഠിക്കുവാൻ കുട്ടികളെ തയ്യാറാക്കിക്കൊണ്ട് തന്നെ പ്രഭാതത്തിലെ അരമണിക്കൂർ സമയം പ്രാർത്ഥനാ സഭയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭോജനമന്ത്രം ജപിക്കുന്നു. വൈകുന്നേരം തിരിച്ചു പോരുമ്പോൾ ശാന്തി മന്ത്രം ജപിച്ച് ദേശീയ ഗാനം പാടിക്കൊണ്ട് കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ അന്നം ബ്രഹ്മമാണ്, ഈശ്വരനാണ്, ഭക്ഷണത്തിന്റെ പ്രാധാന്യം. ഉഗാണ്ടയിലും സോമാലിയയും പോലുള്ള രാജ്യങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിശന്ന് കരഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുള്ള നാട്ടിൽ എത്ര ഭക്ഷണമാണ് ഒരു ദിവസം നാം വേസ്റ്റാക്കുന്നത്? ചടങ്ങുകൾ നടക്കുന്ന കല്യാണ വീടുകളിലും മറ്റും എത്രയോ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുമ്പോൾ ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തെ നമസ്കരിച്ച് ഭക്ഷണത്തെ ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് അന്നം ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനോഹരമായ വീഡിയോ നമ്മൾ കാണണം. മാത്രമല്ല ശാസ്ത്രീയമായിട്ട് നമ്മുടെ മുന്നിൽ ഭക്ഷണം വിളമ്പി വെച്ച് ഒരു 4, 5 അല്ലെങ്കിൽ 1, 2 മിനിറ്റിന് ശേഷമാണ് നാം കഴിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് ഉമിനീർ നമ്മുടെ ശരീരത്തിലേക്ക്, ഉള്ളിലേക്ക് ചെല്ലും. വായിൽ പൊട്ടിയൊലിക്കുന്ന ഉമിനീര് ഏറ്റവും നല്ല ഓയിലാണ്. ശരീരത്തിൽ ഏറ്റവും വളരെ വേഗം ദഹന പ്രക്രിയ നടക്കുവാനുള്ള ഒരു ഓയിൽ കൂടിയാണ് അതെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ശാസ്ത്രീയമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള ഇത്തരം പ്രാർത്ഥനകളെ നാം അറിയേണ്ടത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.